വലിക്കാടാ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാൽ മതി. ചേടാ എവളിത് എവിടുന്ന് വന്ന പോലടാ? 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ടൊന്നും മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? ആ, നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ആ, ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. ആ, മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോളേ, നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല ഇത്. നീ ഒറ്റയ്ക്ക് പോയാ കാര്യമില്ല. എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോകാം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് ഒന്നും മിണ്ടാതിരിയടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്, നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ, ചെല്ലടാ. ഒന്നൂടടി ഞെക്കിപ്പിടി. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്? ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങാൻ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ, കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല. നീ ഇപ്പൊ ചൂടാവുന്ന എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു ഓടിക്കളയാവോ? എടാ, അവർ ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ, തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാലുകുത്തി അന്ന് മുതൽ അവള് നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? പോടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ മെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ, ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത് കൊള്ളക്കാര നാടാ? രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ പട്ടാ പകലല്ലേ വന്നത്, തല്ലി കൊന്ന് ചാക്കിൽ കെട്ടാൻ. എന്താ മുത്തശ്ശി, എന്തിനാ പെട്ടിയിലതൊക്കെ എടുത്തു വെക്കുന്നത്? എനിക്കേ എന്റെ ജീവനെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി. എന്താ മുത്തശ്ശി, കാര്യം പറ. ഓ, ഇപ്പൊ കാര്യം പറയാത്ത കുഴപ്പമുള്ളൂ. മുത്തശ്ശ, എന്താ മുത്തശ്ശ, എന്താ ഉണ്ടായേ? അവളെ ആരോ കൊല്ലാൻ വരണമാരോ തോന്നിയെന്ന്. തോന്നിന്നാ?
അപ്പൊ അവൻ എന്നെ കൊല്ലാൻ വന്നതല്ലെന്നാ പറയുന്നത്. സത്യം പറയാമല്ലോ, നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നും. എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. മനുഷ്യനെ എടി, കൊല്ലാൻ വന്നവനാണെങ്കിൽ പിന്നെ കൊല്ലാതെ തിരിച്ചു പോകും. അതെന്റെ മിടുക്ക്. അവന്റെ കൂമ്പ് ഞാൻ ചവിട്ടി കലക്കിയില്ലേ. ആരുടെ? എന്റെ പൊന്നു മോളെ, ഈ മുത്തശ്ശി പറയാൻ നീ ഒന്ന് കേക്ക്. ഈ നാട് ശരിയല്ല, നമുക്ക് തിരിച്ചു പോവാ. എന്താ മുത്തശ്ശി പറയണേ? തിരിച്ചു പോവാന്നോ? അപ്പൊ സേതുവേട്ടനെ പറ്റി അന്വേഷിക്കണ്ടേ? അറിയണ്ടേ? സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് അറിയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കണ്ണൂര് ഈ നാടും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. നമുക്ക് അവിടെ നിന്നുകൊണ്ട് അന്വേഷിക്കാം. പോരാ, സേതുവേട്ടനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. മുത്തശ്ശിക്ക് ഇനി പേടിണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മുത്തശ്ശനെയും കൂട്ടി പൊക്കോളൂ. എനിക്കിവിടെ ആരും കൂട്ട് വേണമെന്നില്ല. എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. എന്റെ സേതുമാധവ, നീ എന്തിനാ ഈ നാട്ടിൽ വന്ന് താമസിച്ചേ? മനുഷ്യര് തീ തീറ്റിക്കാനോ? ആരാ? എന്താ? ഞാൻ കുറച്ച് ദൂരേന്ന് വരിക. കുറെ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് താമസിച്ചിരുന്നില്ലേ? ബോംബെക്കാരൻ, ഒരു സേതുമാധവൻ. ആ സേതുമാധവൻ എന്റെ ഏട്ടനാ. സേതുവിന്റെ സിസ്റ്റർ. മായ എന്നല്ലേ പേര്? അതെ. വരും മോളെ, അകത്തേക്ക് വരൂ. എപ്പോഴാ വന്ന ബോംബെന്ന്? 2-3 ദിവസമായി. തനിച്ചാണോ പോന്നേ? കണ്ണൂർ വരെ തനിച്ച്. അവിടുന്ന് ഇങ്ങോട്ട് മുത്തശ്ശിയും കൂട്ടി. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. സേതുവേട്ടൻ താമസിച്ചിരുന്ന നാടല്ലേ, അതുകൊണ്ട് കുറച്ചുനാൾ ഇവിടെയും കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. മോളിരിക്ക്. അമ്മച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇത് സേതുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എഴുതിയ ഒരു എഴുത്താ. ഇതീ പറഞ്ഞിരിക്കുന്ന ആളെ അമ്മച്ചി അറിയോ? പ്രിയപ്പെട്ട മായ, അമ്മ എന്നെ തിരക്കാറുണ്ടോ? ഞാൻ എവിടെയാ, എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ടോ? നമ്മുടെ അമ്മയെ പോലെ ഒരമ്മ ഇവിടെയുണ്ട്. മകനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരമ്മ. അമ്മയെ പൊന്നുകൊണ്ട് പൊതിയാൻ, നോട്ടുകെട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്താൻ ഒരുങ്ങിയിറങ്ങിയവനാണ് അമ്മയുടെ മകൻ. ആ മകനോട് പറയാൻ ഞാനും മറന്നു. അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയാൻ, സ്നേഹം കൊണ്ട് തുലാഭാരം നടത്താൻ. സേതു ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഞങ്ങളെ കുറിച്ചാ, എന്നെ എന്റെ മോൻ ആൻഡ്രൂസിനെയും കുറിച്ച്. എന്താ മോളെ? ആൻഡ്രൂസ് ഇപ്പൊ എവിടെയുണ്ട്? ബോംബെയില്. മോള് കണ്ടിട്ടുണ്ടോ അവനെ? ഇല്ല. എങ്കി വരൂ. വരൂ മോളെ. ഇതാ ആൻഡ്രൂസിന്റെ മുറി. സേതു താമസിച്ചിരുന്നതും ഇവിടെയാ. ഇതാണ് എന്റെ മോൻ ആൻഡ്രൂസ്. ആൻഡ്രൂസിനെ കൂടാതെ ഏട്ടന് വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ അങ്ങനെ സേതുവിന് ഫ്രണ്ട്സ് ഉള്ളതായിട്ട് അറിയില്ല. ലൈബ്രറി പോകും ദിവസവും. അവിടുന്ന് വന്ന മുറി അടച്ച ഒറ്റ ഇരിപ്പാ. ദേ, ആ പുസ്തകങ്ങളും പെട്ടിയും ബാഗും ഒക്കെ സേതുവിന്റെയാ. പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയതാ. എന്തും പറഞ്ഞ സേതുവേട്ടൻ ഇവിടുന്ന് പോയത്? ഉടനെ മടങ്ങി വരുമെന്നും പറഞ്ഞ്. എന്താ മോളെ?
സേതു ഇവിടുന്ന് അങ്ങോട്ട് വന്നില്ലേ? ഇല്ല. പിന്നെ സേതുവേട്ടൻ മരിച്ചു അമ്മച്ചി. ആത്മഹത്യയായിരുന്നു. ഇപ്പോ 1 വർഷം തികയാൻ പോണു. എന്തിനാ മോളെ, എന്തിനാ സേതു അത് ചെയ്തത്? എനിക്കും അത് തന്നെ അറിയേണ്ടത്, എന്തിനാ എന്റെ ഏട്ടൻ ആത്മഹത്യ ചെയ്തതെന്ന്.